ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്ന് നമുക്ക് ഗ്രോ ബാഗിലെ കൂവ വിളവെടുക്കാം. അപ്പോൾ ഇതാണ് കൂവ, വെള്ളക്കൂവ. ഇതിൻ്റെ ഈ ഒരു തണ്ടിൻ്റെ അറ്റം ഒരു മഞ്ഞ കളറായിട്ടൊക്കെ ഇരിക്കും. അപ്പം ഈ നാടൻ കൂവ എന്ന് പറയുന്നത് അത് വേറൊരു ടൈപ്പാണ്. ഇത് അമേരിക്കനാണ്. ഇത് നമ്മുടെ ഇന്ത്യയിലേക്ക് കുടിയേറി വന്നതാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇത് പറിക്കണമെന്നുള്ളത്. ഇത് ഏത് മാസത്തിൽ പറിച്ചാലാണ് കൂടുതൽ നൂറുണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ വീഡിയോസ് ഞാൻ ഈ ഒരു കൂവയുടെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം കൊടുത്തേക്കാം, എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇത് ഏകദേശം ദേ കണ്ടോ, നന്നായിട്ട് ഇലയൊക്കെ ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ചിലതൊക്കെ അത്യാവശ്യം ഒന്ന് മുളച്ചും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നമ്മൾ ശരിക്കും ഒരു കറക്റ്റ് സമയത്തിന് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാം അങ്ങ് കിളിർത്ത് വരും. അപ്പം ഏകദേശം ഈ ഒരു സമയത്ത് തന്നെ ഞാൻ അങ്ങ് എടുക്കുവാണ്. അല്ല ഇനി ഇത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇനി ഇതെല്ലാം നന്നായിട്ട് തന്നെ അങ്ങ് വളർന്നു വരും. അപ്പം 2 ഗ്രോ ബാഗിലാണ് നമ്മൾ നട്ടിട്ടുള്ളത്. അപ്പം ആദ്യം ഞാനൊന്ന് ഇളക്കി നോക്കിയപ്പോൾ കണ്ടോ ഒരു കഷ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനിയൊരു ബാക്കിയുള്ളതും കൂടി ഒന്ന് നോക്കാം. അപ്പം തണ്ടെല്ലാം ഇതിൻ്റെ ചുവടെല്ലാം നന്നായിട്ടൊന്ന് അവിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇതെല്ലാം ചിലതിനകത്തൊക്കെ കിഴങ്ങുണ്ട്, പിന്നെ ബാക്കിയെല്ലാം നന്നായിട്ട് ഇങ്ങനെ കിളിർത്ത് വരികയാണ്. ഇത് കണ്ടില്ല, നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കിഴങ്ങാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഗ്രോ ബാഗ് ഞാൻ തട്ടിയപ്പോൾ കണ്ടതാണിത്, കണ്ടില്ലേ? ഇതിനടിയിലെല്ലാം നന്നായിട്ട് കരിയിലയൊക്കെ നിറച്ചാണ് ഇത് നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഗ്രോ ബാഗിൽ നടുന്നത്? 2 രീതിയിലാണ് ഞാൻ ഗ്രോ ബാഗിൽ ഇത് നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തേക്കാം. അപ്പം അത്യാവശ്യം നന്നായിട്ട് വേരുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ഗ്രോ ബാഗിൽ നടാനായിട്ടുള്ള കാരണം, നിലത്ത് നടുന്ന സമയത്ത് നമുക്കിത് വിളവെടുക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ കിഴങ്ങ് താഴോട്ട് നന്നായിട്ട് മണ്ണിലോട്ട് അങ്ങ് ഇറങ്ങിപ്പോകും. അപ്പോൾ ഇത് ഗ്രോ ബാഗ് ആകുമ്പോൾ വളരെ എളുപ്പമാണ്, ഇങ്ങനെ ഒന്ന് തട്ടിയെടുത്താൽ മതി. അത് മാത്രമല്ല, ഇതിനകത്ത് അതിന് മാത്രം ഞാൻ മണ്ണൊന്നും തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കണ്ടില്ലേ, ഇത് പകുതിയും കരിയിലയാണ്. പിന്നെ കുറച്ച് വളങ്ങളും ഒക്കെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയ വളങ്ങളൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ ലഭ്യമാകുന്ന വളങ്ങളൊക്കെയാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദേ കണ്ടോ, ഇത് 2ാമത്തെ ഗ്രോ ബാഗാണ്. അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒന്ന് നോക്കാം. ഗൈസ്, ഇത് ഇതിൻ്റെ അടിയിലോട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഞാനിനി ഇതൊന്ന് കമഴ്ത്തിയിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ കുറച്ച് ഇത് എടുക്കേണ്ട സമയം കുറച്ച് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇത് ഒത്തിരി നേരത്തെ നട്ടതാണ്. നമ്മൾ നേരത്തെ കൂവയൊക്കെ നടുന്ന സമയത്തിനേക്കാളും കുറച്ചുകൂടെ നേരത്തെ നട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ചൊക്കെ അഴുകിപ്പോയെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് ഇന്നലെ ഒരു മഴ പെയ്തതേ ഉള്ളൂ, അല്ലാതെ ഇവിടെ വേറെ മഴയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മണ്ണെല്ലാം നല്ല കട്ട പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് മണ്ണ് ഇളക്കി കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇത് കമിഴ്ത്തി ഇടുമ്പോൾ നല്ല എളുപ്പമുണ്ടായിരിക്കും നമുക്ക് എടുക്കാനായിട്ട്. കണ്ട്, ഇത് അത്യാവശ്യം നല്ല എടുക്കാനായിട്ട് ഭയങ്കര പാടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് കമിഴ്ത്തി ഇട്ടിട്ട് നിങ്ങളെ കാണിച്ചു തരാം. കണ്ടില്ല, അത്യാവശ്യം നന്നായിട്ടുണ്ട്. അപ്പോൾ ഇത് ഗ്രോ ബാഗിലായതുകൊണ്ട് തന്നെ അങ്ങനെ താഴോട്ടൊന്നും പോയിട്ടില്ല. ഈ ഒരു ചുവട്ടിലുള്ള കരിയിലെ തന്നെ ഇതെല്ലാം കുടുങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ വളരെ എളുപ്പമാണ് ഇങ്ങനെ നമുക്ക് പറിച്ചൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ കിഴങ്ങ് നട്ടിട്ടുള്ളതും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ട് മുറിച്ച് നട്ടിട്ടുള്ളതും ഉണ്ടായിരുന്നു. അങ്ങനെ 2 രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഏതൊക്കെയാണെന്നുള്ളത് ഞാനങ്ങ് മറന്നുപോയി. പക്ഷേ എന്നാലും അത്യാവശ്യം നന്നായിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി നേരത്തെ എടുക്കണമായിരുന്നെന്ന് എനിക്ക് തോന്നി. അപ്പോൾ കൂവ നടുന്നതിനേക്കാളും കുറച്ചുകൂടെ നേരത്തെയാണ് ഇത് നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ആണെങ്കിൽ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അങ്ങ് മുളച്ചു പോകും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ള കൂവ. അപ്പോൾ ഇത് ഒത്തിരി അങ്ങ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും കിട്ടിയിട്ടുള്ള കിഴങ്ങല്ല, അത്യാവശ്യം നല്ല വലിപ്പമുള്ളതായിരുന്നു. അപ്പോൾ അത് തന്നെ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ പറിച്ചെടുക്കാനേ എളുപ്പമായിരുന്നു. ഈ ഒരു ചെറിയ കഷ്ണമാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നട്ടിട്ട് ഇതേ കണ്ടോ, ഇതുപോലുള്ള നല്ല വലിപ്പമുള്ള കഷ്ണങ്ങൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് തന്നെ ഞാൻ അതിനകത്ത് നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഞാൻ വലിയ വളങ്ങളൊന്നും ചേർത്തിട്ടില്ല. പിന്നെ ഈ ഒരു ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ അത്യാവശ്യം ഇങ്ങനെ വേരായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് പുഴുക്കുണ്ടാക്കാൻ പോവാം. ഞാൻ ആ ബാക്കി വന്ന മണ്ണ് അതേ ഗ്രോ ബാഗിൽ തന്നെ നിറച്ച് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല കരിയിലൊക്കെയാണ് കൂടുതലും ചേർത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഇളക്കമുണ്ട് മണ്ണിന്. അപ്പോൾ ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ നടാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കരിയിലൊക്കെ ഇട്ടിട്ട് നടാം. ഇനി ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഇതിൻ്റെ ഇങ്ങനെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്താൽ മതി, വേറെ വലിയ പണിയൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ താഴോട്ടുള്ള ആ ഒരു നാമ്പുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഒടിച്ച് കളയണം, അത്രയേ ഉള്ളൂ. ഇത് കണ്ടോ, ഇതുപോലെയുള്ള കുഞ്ഞ് കഷ്ണങ്ങളൊക്കെ അതിൻ്റെ അറ്റത്ത് കാണും, അതൊക്കെ അങ്ങ് ഒടിച്ച് കളയുക. അത് നട്ടാൽ നന്നായിട്ട് കിളിർത്ത് വരും.
അപ്പോൾ ഞാനിത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വട്ടത്തിലൊക്കെ വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം. തിരുവാതിരപ്പുഴുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും അതുപോലെ കുറച്ച് വെളുത്തുള്ളി ജീരകം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനാവശ്യമായിട്ട് കുറച്ച് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കടുക് വറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ തേങ്ങ എടുക്കാം, അത് വറുത്തിടാനായിട്ടാണ്. പിന്നെ ചുവന്നുള്ളി ചതച്ചത്, കറിവേപ്പില, ഇത്രയുണ്ട്. അപ്പോൾ ദേ കണ്ടോ, ആദ്യം നമുക്ക് ഈ ഒരു അരിഞ്ഞു വെച്ചിട്ടുള്ള കൂവയ്ക്കകത്ത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഇത് മുങ്ങി നിൽക്കുന്ന ആ ഒരു കണക്കിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 4 വിസിൽ മതി, അതിനുള്ളിൽ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. അങ്ങനെ 4 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ വാഴപ്പിണ്ടിയൊക്കെ പോലെ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് ആ ഒരു തേങ്ങയുടെ അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ആ ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു 4 മിനിറ്റൊക്കെ നമുക്കൊന്ന് അടച്ച് ആ ഒരു തേങ്ങയുടെ അരപ്പൊക്കെ ഇതിനകത്തോട്ടൊന്ന് പിടിക്കട്ടെ. എന്നിട്ട് നന്നായിട്ട് കുറച്ചുകൂടെ ഒന്ന് വെന്ത് കിട്ടട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. ഇനി ചതച്ച ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഈ ഒരു ചുവന്നുള്ളിയാണ് ഇതിന് ടേസ്റ്റ് നൽകുന്ന ഒരു പ്രധാന സംഭവം. അപ്പോൾ ഇത് നന്നായിട്ടൊരു ചെറിയതിൻ്റെ ഒരു പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് നമുക്ക് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് തേങ്ങ, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ തേങ്ങ എടുക്കാം. അത് നമ്മളൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇങ്ങനെ നമ്മളതൊന്ന് വരട്ടിയെടുക്കണം. ഇനി എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ആ ഒരു കൂവയ്ക്കകത്ത് വേവിക്കാൻ നേരം ഇട്ടതാണ്. അതിന് വേറെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഇത് ഈ ഒരു മൂപ്പിച്ചത് നമുക്ക് ഈ ഒരു കൂവ വേവിച്ചതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. വേണമെങ്കിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതുപോലൊന്ന് ഇളക്കി കുറച്ച് നേരം ഒന്ന് എടുത്താൽ മതി. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുഴുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ ഉപ്പൊക്കെ പാകമായിരുന്നു. ഇതേ കണ്ടില്ലേ, അപ്പോൾ നന്നായിട്ട് ഇളക്കി നല്ല വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. ഇത് കാണുന്ന പോലെയൊന്നുമല്ല, കണ്ട ഒരു വാഴപ്പിണ്ടി തോരൻ പോലെയൊക്കെ തോന്നും, പക്ഷേ നല്ല ടേസ്റ്റാണ് ഈ ഒരു സംഭവം. ഈ ഒരു കൂവയ്ക്കൊക്കെ ഒത്തിരി ഗുണങ്ങളുള്ളതല്ലേ. അപ്പോൾ നിങ്ങൾ കൂവയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ അതുപോലെ നമുക്ക് വൈകുന്നേരം കട്ടൻ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ, മഴയൊക്കെ ഉള്ളൊരു സമയത്ത് കഴിക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇപ്പം നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ കൂവയൊക്കെ നട്ടിട്ട് വിളവെടുത്തിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് കൂവ ഇതുവരെ കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കൂവ എവിടുന്നേലുമൊക്കെ സംഘടിപ്പിച്ചൊന്ന് നട്ട് നോക്കുക. അടിപൊളി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ചുവന്നുള്ളിയുടെയൊക്കെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേകമാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ധനുമാസത്തിലാണ് ഈ പുഴുക്കുണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്കിത് പറിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എപ്പോൾ വേണമെങ്കിലും ഈ ഒരു പുഴുക്കുണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്